എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും പിടിച്ചുലച്ച അല്ലെങ്കിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു ന്യൂ ടെക്നോളജിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. AI നിങ്ങൾക്കെല്ലാം പരിചിതമാണത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇപ്പം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഫോട്ടോ കിട്ടിയാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ രൂപം ഒരു ഐഡിയ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ വീഡിയോ ആക്കി ലൈവാക്കി മരിച്ചുപോയ പലരും നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ വളരെ ദൂരെയുള്ള ഒരാൾ നമ്മളോട് പണം ആവശ്യപ്പെടുന്ന രീതി. അപ്പം അങ്ങനെ പല കാര്യത്തിനും ഇത് ഉപയോഗിക്കുന്നു. ഇത് നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ രസകരമായിട്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും ജീവിതത്തിൻ്റെ പല തുറകളിലും. പ്രത്യേകിച്ച് വൈദ്യശാസ്ത്ര രംഗത്തൊക്കെ മെഡിക്കൽ സൈഡിൽ ഒരുപാട് ഉപകാരം തന്നിട്ടുള്ളതാണ്. കാരണം ഒരു ഓപ്പറേഷൻ നടത്താതെ നമുക്ക് കൃത്യമായിട്ട് രോഗനിർണയം നടത്താവുന്ന ഒരു സാഹചര്യമാണ് ഈ AI നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളത്. അതിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പലപ്പോഴും ഏതൊരു അല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷിച്ച ചിന്താഗതി ഉണ്ടാവും. ഇതിനെ എങ്ങനെ മോശമായിട്ട് ഉപയോഗിക്കണം, നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അതെങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഒരു കൂട്ടം ആളുകൾ എവിടെ നോക്കിയാലും ഉണ്ടാവും. ഇന്ന് AI എന്ന ഒരു സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ മോശമായ രീതിയിലാണ് അല്ലേ, നമുക്കതുകൊണ്ട് എങ്ങനെ സ്വാർത്ഥലാഭം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒറ്റ ചിന്താഗതി മാത്രമാണ് നമുക്കുള്ളത്. ഇപ്പോൾ AI ഉപയോഗിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് പൊതുവെ പല ആപ്പുകളിലൊക്കെ ഫോണിലൊക്കെ നമ്മുടെ എന്താ പറയുക വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. അവർക്ക് സ്വന്തമായിട്ടുള്ള അങ്ങനെ ഒരു ബ്രെയിനൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരും. അത് നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞു തരാറുള്ളത്. ഇതുകൊണ്ട് എന്താണ് നമ്മുടെ സമയം ലാഭിക്കാം, ജോലി എളുപ്പമാക്കാം, അല്ലേ, വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതിന് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സംസാരിച്ചാൽ മതി, അത് ടൈപ്പ് ചെയ്ത് തരും. ഇംഗ്ലീഷിലാണെങ്കിലും വേറെ ഏത് ഭാഷയിലായാലും ഒക്കെ ചെയ്തു തരും. അതുപോലെ ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്, വിമാന ടിക്കറ്റ് ബുക്കിങ്, ഇമെയിലിന് വേണ്ടി ഡ്രാഫ്റ്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടണമെങ്കിൽ അതിൻ്റെ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വേണമെങ്കിൽ അതിൻ്റെ മെസ്സേജ് ഉണ്ടാക്കി തരിക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നമ്മൾ ആ പോയിൻ്റ് കൊടുത്താൽ മതി ചെയ്യാം. അത് പ്രത്യേകിച്ചും ആരോഗ്യരംഗത്തും ഒക്കെ കൃത്യത നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ മഹാരാഷ്ട്രയിലെ പൂനെയിൽ പോലുള്ള നഗരങ്ങളിൽ പ്രത്യേകിച്ചും AI സ്കാൻ റിപ്പോർട്ടൊക്കെ വായിച്ച ക്യാൻസർ, അതുപോലെ ഹൃദ്രോഗമൊക്കെ തുടങ്ങിയ വിഷയങ്ങൾ, ഒരുപാട് രോഗങ്ങളെ റിപ്പോർട്ടിൽ വായിച്ച് ഇതിനെയൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർമാരുടെ ഒരു രണ്ടാമത്തെ കണ്ണ് എന്നാണ് ഇതിന് പറയാം, സ്കാൻ റിപ്പോർട്ടൊക്കെ വായിച്ച് പറയും. പക്ഷേ കണ്ടുപോലെ തന്നെ ആണെങ്കിലും വിദ്യാഭ്യാസവും അതുപോലെ ഭാഷയും. അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലേഖനം മലയാളത്തിൽ തർജ്ജമ ചെയ്യണമെങ്കിൽ, കുട്ടികൾക്ക് കണക്ക് പഠിക്കണമെങ്കിൽ, ഇപ്പോൾ AI ട്യൂട്ടറെ ഭാഷ പഠിക്കാനൊക്കെ നമ്മൾ ഏർപ്പെടുത്താറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പലപ്പോഴും കൃഷി, ബിസിനസ്, അതുപോലെ ചെറുകിട സംരംഭങ്ങളൊക്കെ നമ്മൾ തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, കാലാവസ്ഥ പ്രവചനം, ഈ പലതരം രോഗങ്ങളുണ്ട്. കാർഷിക വിളക്കൊക്കെ വിളരോഗം എന്നൊക്കെ പറയും.
അത് തിരിച്ചറിയാനും ഉപഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറുപടി, ഇതെല്ലാം നമ്മുടെ ചിലവ് കുറയ്ക്കുന്നു. ആ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉപഭോക്താവ് ഓൺലൈനിൽ വരുമ്പം അയാൾ അവിടെ പിടിച്ചു നിർത്താനും അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. പിന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ഇതുണ്ട്, അത് അവർ പറയും, എനിക്ക് നിങ്ങളുടെ ചോദ്യം മനസ്സിലായില്ല, അല്ലെങ്കിൽ ഭാഷ മനസ്സിലായില്ല, ഇത് നാളെ ഇതിൻ്റെ ആൾ വന്നിട്ട് നിങ്ങൾ സംസാരിക്കും, നമ്പർ എഴുതിയിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കുകയാണെങ്കിൽ അവർ വിളിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവർത്തനക്ഷമത എന്ന് പറഞ്ഞാൽ ഇപ്പം അതുപോലെ തന്നെ വീഴ്ചയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച്, കാഴ്ച കുറഞ്ഞ ആൾക്കാർക്ക് ചുറ്റുപാടും എന്തൊക്കെയാണ് നടക്കുന്നതൊക്കെ വിവരിച്ചു കൊടുക്കുന്ന ആപ്പുകൾ, അതുപോലെ ഈ ശബ്ദം തിരിച്ചറിഞ്ഞിട്ട് അവരെങ്ങനെ ഉണ്ടാക്കിയാലും നമ്മുടെ കോൾ വഴി ഉണ്ടാക്കുന്ന തട്ടിപ്പ് നടത്തുന്ന രീതിയിലെ കോൾ ചെയ്തിട്ട് അതിനൊക്കെ നമുക്ക് തടയാൻ പറ്റും. കാരണം ഈ ആപ്പിന് പെട്ടെന്നത് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും നമ്മളോട് വളരെ ആത്മവിശ്വാസത്തോടെ തുറന്നു പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്ന പലതും തെറ്റായി വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ആരോഗ്യപരമായിട്ടുള്ള നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഈ ലീഗലായിട്ടുള്ള പല വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിൻ്റെ ഒരു ഒറിജിനൽ ഡോക്ടറോടോ അല്ലെങ്കിൽ നിയമ വിദഗ്ധനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ആത്മവിശ്വാസത്തോടെ നമ്മളോട് പറയുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് അല്ലെങ്കിൽ അർദ്ധസത്യങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ പല ഭാവിയിലുള്ള പ്രശ്നങ്ങളെയും ബാധിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു സ്വഭാവ ദൂഷ്യമായിട്ട് മാറിയിട്ടുള്ളത് അല്ലെങ്കിൽ അഡിക്റ്റായിട്ട് മാറിയിട്ടുള്ളത് യുവാക്കളെയാണ് പൊതുവെ അത് ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ കാര്യം, ഇതിലൊന്നും ഡാറ്റകൾ, നമ്മുടെ പ്രൈവസി ഉള്ള ഡാറ്റകളൊന്നും ഇതിൽ നമ്മൾ കൊടുക്കാൻ പാടില്ല. നിങ്ങളെ ഫോട്ടോ, ശബ്ദം, ലൊക്കേഷൻ കൊടുക്കുമ്പോൾ അത് മോഡൽ പരിശീലനത്തിന് പോവും. അതുപോലെ തന്നെ സൗജന്യ ആപ്പുകൾ പലപ്പോഴും ഡാറ്റയാണ് ഇതിൻ്റെ വിലയായിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ടോ, ഡീപ്പ് ഫേക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു തരം വലിയ തരത്തിൽപ്പെട്ട തട്ടിപ്പുകളാണ്. അതിനൊക്കെ മലയാളത്തിൽ നിങ്ങളുടെ മകൻ്റെ ഒക്കെ ശബ്ദത്തിൽ വിളിച്ച് പറഞ്ഞു, നമ്മുടെ മോൻ്റെ ശബ്ദത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് പണം ചോദിക്കുക, അങ്ങനെയുള്ള A1 എന്താണ് അല്ലെങ്കിൽ AI വോയിസ് ക്ലോണുകൾ ഇപ്പം പലപ്പോഴും പ്രത്യേകിച്ച് ഈ പൂന, കൊച്ചി എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ പല കേസുകളും ഇപ്പം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കോൾ വന്നാൽ പോലും ഒന്നും കൂടി ഉറപ്പാക്കുക. കാരണം നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആശ്രിതത്വം AI നമ്മളൊരിക്കലും വെച്ച് പുലർത്തരുത്. ഈ AIനെ ആശ്രയിക്കുന്നത് എന്താണ്, നമ്മൾ ബ്രെയിൻ, നമ്മളെ 6th സെൻസ് വർക്ക് ചെയ്യുന്നില്ലാണ്ടാക്കും. നമ്മൾ AI ഇട്ട് കൊടുക്കും, ചോദിച്ചാൽ നമ്മൾ ഈ ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്യുന്ന പോലെ എന്തും പറഞ്ഞു തരുന്നുള്ളതുകൊണ്ട് നമ്മളതിനെ മുതലെടുക്കും, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അപ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ 6th സെൻസിനൊന്നും ജോലി ചെയ്യേണ്ടി വരില്ല. അപ്പം നമ്മൾ പൊതുവെ ഒരു മടിയനും ഓർമ്മക്കുറവുള്ള മനുഷ്യനും വിവരം കുറഞ്ഞ ആളൊക്കെ ആയിട്ട് മാറും. അതുപോലെ തന്നെ AI ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഓർമ്മ, കണക്കൂട്ടൽ, എഴുത്ത് ശൈലി എല്ലാം നമ്മൾ ഇല്ലാതെയാവും. നമ്മൾ എഴുതുന്ന രീതി നമ്മൾ സ്വന്തം ആലോചിച്ചിട്ട് അതൊക്കെ പോവും. അപ്പോൾ ഈ 66 വയസ്സിൽ ആക്റ്റീവായി ഇരിക്കണമെങ്കിൽ തീർച്ചയായും AI ആവശ്യം തന്നെയാണ്. പക്ഷേ ഇതിനെ നമ്മളെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റും, AIയുടെ ഗുണദോഷങ്ങളില്ലാതെ പ്രാക്ടിക്കലായി നമ്മൾ എങ്ങനെ മാക്സിമം ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ചിന്തിക്കണം, മനസ്സിലാക്കണം. എങ്കിലേ ഇത് കാര്യമുള്ളൂ. ഇതിന് പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ AI നമ്മളൊരു അസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പറായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നമ്മളെ കമാൻഡറായിട്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഇതായിട്ടൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ
മിസ്റ്റേക്കുകളൊക്കെ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇതിൽ പറയും ഒരു ബോസായിട്ട് കണക്കാക്കരുത്, യജമാനായിട്ടല്ല, ഒരു ഡ്രാഫ്റ്റ് ചെയ്യാൻ നമ്മളെ സഹായിയായിട്ട്. പക്ഷേ നമ്മളുടെ തീരുമാനങ്ങളൊക്കെ അവസാനം അല്ലെങ്കിൽ അന്തിമ തീരുമാനം നിങ്ങൾ തന്നെ എടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റ കൊടുക്കരുത്. ആധാർ കാർഡിൻ്റെയോ ബാങ്കിൻ്റെ OTP, മെഡിക്കൽ റിപ്പോർട്ട് പൂർണ്ണമായി ഇങ്ങനെ അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ സുരക്ഷയ്ക്ക്, നമ്മുടെ പ്രൈവസിക്കൊക്കെ അത് ഗുണം ചെയ്യും. അതുകൊണ്ട് ഇത്തരം ഡാറ്റകളും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ 2 സ്രോതസ്സ് അല്ലേ നിയമമുണ്ടതിന്. പ്രധാന കാര്യത്തിന് AI പറയുന്നത് ഗൂഗിളിലോ അല്ലെ വിശ്വസനീയമായ നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഒന്നുകൂടി പരിശോധിച്ച ശേഷം മാത്രം മുന്നോട്ട് വിടുക. മലയാളത്തിൽ ചോദിക്കുക. ഇപ്പോഴത്തെ മോഡുകൾക്ക് മലയാളം നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ മാറ്റണമെന്നില്ല, സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റും. നല്ല ഗുണമാണ്. AI ഒരു നല്ല ഉപകരണം തന്നെയാണ്. കത്തി പോലെ. കത്തിക്ക് എന്താണ് പ്രത്യേകത? പാചകത്തിന് ഉപയോഗിക്കാം, നമുക്കെന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മുറിക്കാനൊക്കെ ഉപയോഗിക്കാം. പക്ഷെ നിങ്ങളെ മുറിവേൽപ്പിക്കാനും സാധിക്കും കത്തിക്ക്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അപ്പം നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന വാട്സപ്പ്, യൂട്യൂബ്, ഗൂഗിൾ മാപ്പ് ഇതിലൊക്കെ ഈ AI അടങ്ങിയിട്ടുണ്ട് അല്ലേ? നിങ്ങളോട് സംസാരിക്കുന്നതും വഴി പറഞ്ഞു തരുന്നതും മനസ്സിലാക്കുന്നതൊക്കെ ഇപ്പം AI തന്നെയാണ്. അറിയാതെ തന്നെ നമുക്ക് ഗുണം കിട്ടുന്നുണ്ട്. പ്രശ്നം വരുന്നത് എന്താണെന്ന് അറിയാതെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോഴാണ് ഈ പ്രോബ്ലമൊക്കെ വരുന്നത്. എവിടെ വരെ പോകാം, എവിടെ നമ്മൾ നിർത്തണം എന്നൊക്കെ നമ്മൾ സ്വയം അറിഞ്ഞിരിക്കണം. AI എന്ന സാങ്കേതിക വിദ്യയെ ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം കിട്ടും. പക്ഷേ നിങ്ങളതിനെ ദുരുപയോഗപ്പെടുത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ പ്രൈവസി കളയുന്ന രീതിയിൽ നിങ്ങളുടെ പ്രൈവറ്റായിട്ടുള്ള ഡാറ്റകളൊക്കെ അതിൽ ചേർക്കുകയാണെങ്കിൽ അതുപോലെ ദോഷങ്ങളും വരും. സൂക്ഷിച്ച് ഉപയോഗിച്ച് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് AI. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുരേഷ് മുനൂർ, പൂനെ.